അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് എങ്ങനെ ഇതുപോലെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഈ ഡിസൈൻ നമുക്ക് എങ്ങനെ ഒരു ചട്ടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീടുകൾ ഒത്തിരി ഇനി പല രീതിയിൽ നമുക്ക് ചട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എത്ര ഒന്നും ഇനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനമായിട്ട് കാണും, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ എൻ്റെ പുതുവത്തം വീഡിയോസ് ഫ്രീ ആയി നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ നമുക്ക് സമയം കളയണ്ട, നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അപ്പോൾ ഞാൻ ഇച്ചിരി വലുപ്പമുള്ളത് എടുത്ത്, നിങ്ങൾക്ക് വേണ്ടി ചെറുതായിട്ട് എടുക്കാം. ചെറുതെടുക്കണം, നമുക്ക് ചെറിയ രീതിയിൽ ചട്ടി ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി വലുപ്പമുള്ളത് കിട്ടിയത്. അപ്പം ഇത് നമുക്ക് ചുമ്മാ കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ കാർഡ്ബോർഡ് ബോക്സ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഇങ്ങനെ അറ്റത്തൊക്കെ കുറേ ഇതുണ്ടോ ഇടവൊക്കെ ഉണ്ട്. ആ ഇടവൊക്കെ നമ്മൾ സെലോ ടേപ്പ് കൊണ്ട് അടയ്ക്കണം. അടച്ചിട്ട് നമ്മൾ ഒത്തിരി സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കണം. കാരണം അവിടെ കൂടെയൊക്കെ ലീക്ക് വരും നമ്മൾ സിമെൻറ്റ് ഒരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആ കോർണേഴ്സ് എല്ലാം ഇങ്ങനെ സെലോ ടേപ്പ് കൊണ്ട് അടയ്ക്കണം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൻ്റെ എല്ലാ സൈഡും ഒട്ടിച്ച് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്തും ഒട്ടിച്ചിട്ടുണ്ട്, കാരണം അകത്തോട് ലീക്കൊക്കെ വരും. അപ്പോൾ അകത്ത് നമ്മൾ കണ്ടോ ആ 4 സൈഡിലും കാർഡ്ബോർഡ് ബോക്സിൻ്റെ അവിടെ 4 സൈഡിലും നമ്മൾ സെലോ ടേപ്പ് ഇട്ട് ഒട്ടിക്കണം. അപ്പോൾ ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണെങ്കിൽ മതി. ഞാനിപ്പോൾ സ്റ്റാർ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി വലുപ്പത്തിൽ സ്റ്റാർ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്താൽ നമുക്ക് ഈ ഷേപ്പ് വേണം നമ്മൾ തെർമോക്കോൾ മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇതാണ് ഫോം ഷീറ്റ്. അപ്പോൾ ഈ ഫോം ഷീറ്റൊക്കെ നമുക്ക് 10 രൂപയ്ക്ക് 3 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഷീറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ കട്ടൗട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത സാധനം വെച്ച് നമ്മൾ അത്തെ ഒട്ടിച്ച് വെക്കണം. ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് ഞാൻ ഒട്ടിച്ചെടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ നമുക്ക് ഇനി അത് വെട്ടിയെടുക്കണം. നമുക്ക് അതിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം റൗണ്ട് വെട്ടിയെടുക്കണം. അപ്പോൾ റൗണ്ട് വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വട്ടത്ത് സ്റ്റാറിൻ്റെ ഷേപ്പ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ അകത്തത്തെ ഒരു വെളുത്ത രീതി ഒരു ഇന്നറായിട്ട് സ്റ്റാറിൻ്റെ ഷേപ്പിൽ അത് നമ്മൾ മുറിച്ച് കളയണം. അപ്പോൾ അകത്താണ് നമ്മൾ തുള വേണ്ട, സ്റ്റാറിൻ്റെ ഷേപ്പിൽ തുള വേണം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഞാനത് ബ്ലേഡ് ഇട്ടാണ് ഉപയോഗിക്കുന്നത്. ബ്ലേഡ് ഇട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ. കത്രിയിട്ട് ഉപയോഗിച്ചാൽ ശരിയാകത്തില്ല. നിങ്ങൾ ബ്ലേഡ് ഇട്ട് വേണം അതൊന്ന് പറിച്ചെടുക്കാൻ. എന്നിട്ട് ഞാൻ ആ ഷീറ്റ് അങ്ങ് പറിച്ച് കളയാം, ചെറിയൊരു സ്റ്റാറിൻ്റെ പടം. ഇനി നമ്മൾ തുള ഉണ്ടാക്കും. കത്രിക എടുത്തിട്ട് നമ്മൾ അത്തേ മൊത്തം തുള ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ കത്രിക എടുത്തിട്ട് എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും സൂചി പോലത്തെ എന്തെങ്കിലും കത്രിക ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുത്തിയെടുത്ത് അതിൽ തുള ഉണ്ടാക്കാം. അപ്പോൾ തെർമോക്കോളെല്ലാം നമ്മൾ പറിച്ച് കളയണം. എന്നിട്ട് ബ്ലേഡ് ഇട്ട് നമുക്ക് വേണം ഷേപ്പ് ചെയ്യാം. ബ്ലേഡ് ഇട്ട് ഷേപ്പ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വരും. കണ്ടോ എൻ്റെ അകത്തൊരു സ്റ്റാറിൻ്റെ ഷേപ്പ്. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇതുപോലത്തെ 4 പീസസ് നമുക്ക് വേണം. കാരണം നമുക്ക് 4 സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടി 4 പീസസ് വേണം. ഒരെണ്ണം നമുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ 3 എണ്ണം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം റെഡിയായി. ഇപ്പോൾ 4 പീസസായി. ഇനി നമ്മൾ ഇത് 4 എണ്ണം കണ്ടോ, ഈ 2 സ്റ്റാർ വേറെ ഷേപ്പിലും വേറെ 2 സ്റ്റാർ വേറെ ഷേപ്പിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ രീതി 2 സൈഡിലും 4 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഫെവിക്കോൾ എടുത്തിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചാൽ മതി. മറ്റേ ഫെവിക്വിക്ക് ഒന്നും ഉപയോഗിക്കരുത്. ഫെവിക്വിക്ക് ടെർമോക്കോളായിട്ട് റിയാക്ഷൻ ഉണ്ട്, അതിങ്ങനെ കരിഞ്ഞു പോകും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ടെർമോക്കോളും ഫെവിക്കോളും ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി, അത് ലിക്വിഡായി വരും, അതിങ്ങനെ പൊളിഞ്ഞു പോകും, ഉരുകിപ്പോവും. അപ്പോൾ നിങ്ങൾ ഫെവിക്കോളാണ് ഉപയോഗിക്കുക, അവിടെ ഫെവിക്വിക്ക് ഉപയോഗിക്കരുത്. അപ്പം ഇത് നമ്മൾ 4 സൈഡ് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾ സിമെൻറ്റ് ഉപയോഗിക്കുമ്പം അത് ഇളകിയൊന്നും പോകത്തില്ല. ഇളകിപ്പോകുന്ന സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ടേപ്പോ എന്തെങ്കിലും ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ 4 സൈഡ് കറക്റ്റായിട്ട് അത് ഇരിക്കുന്നുണ്ട്. പിന്നെ അകത്തെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്, ചുമ്മാ പറിച്ചപ്പം എല്ലാ സൈഡിലും ഒട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റാറെല്ലാം നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട സിമെൻറ്റാണ്. അപ്പോൾ സിമെൻറ്റ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് സാൻഡ് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് സാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വെച്ചോളം നല്ല സ്ട്രോങ് ആയിട്ട് ചട്ടി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ സാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 1:2 മിക്സ്ചർ ആയിരിക്കണം, സാൻഡും സിമെൻറ്റും. ഓക്കെ. അപ്പം അത്യാവശ്യം വാട്ടർ രീതിയിൽ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയാൽ മതി. പിന്നെ അത് ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി മീഡിയം രീതിയിൽ, വെള്ളം കൂടി പോകരുത്, മീഡിയം രീതി വേണം. ഞാൻ കാണിച്ചു തരാം, അന്ന് ഞാൻ ഇളക്കി വരുമ്പോൾ കാണിച്ചു തരാം. ഈ ഭയങ്കരമായിട്ട് കൊഴുത്ത് വരരുത്, ഇച്ചിരി നമ്മൾ ഒഴിക്കുന്ന രീതിയായിരിക്കണം. അപ്പോൾ നമ്മൾ ഇത്ര കണ്ടു, ഈ പരുവത്തിൽ വേണം. ഇനി ഇത് നമ്മുടെ ബോക്സിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഫുള്ളായിട്ട് ഒഴിക്കണം. അപ്പോൾ ഇതാണ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ അവസാനം ഇങ്ങനെ വരും, നിങ്ങൾക്ക് കാണാം ആ സ്റ്റാർ എല്ലാം മൂടിയിരിക്കുകയാണ്. ഇനി ഇതാണ് ഡ്രൈ ആവേണ്ടത്.
അപ്പോൾ ഈ ഞാൻ മോൾഡായിട്ട് എടുത്താകുന്ന ബക്കറ്റാണ്. അപ്പോൾ ബക്കറ്റ് മേലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ എണ്ണ എടുത്താകുന്നത് നിങ്ങൾക്ക് കരിയോയിൽ ഗ്രീസ് എന്താണെങ്കിൽ മതി. അത് ലൂസായി വരാനാണ്. നമുക്ക് ചട്ടി വെച്ച് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ ഇപ്പം ലൂസായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല, പറിച്ച് കിട്ടത്തില്ല. അപ്പോൾ ബക്കറ്റ് നമ്മൾ ശരിയായിട്ട് വെക്കണം. അപ്പോൾ ഈ കുറച്ച് സിമെൻറ്റൊക്കെ പോവും, കാരണം ഞാൻ കൂടുതൽ സിമെൻറ്റ് അകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം സെറ്റായി അവസാനം ഇങ്ങനെ വരും ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഇഷ്ടിക വെച്ചിട്ടുണ്ട്. ഇഷ്ടിക വെച്ചേക്കുന്ന കാരണം അത് കനം കാരണം അത് അവിടെ ഇങ്ങനെ സെറ്റായിരിക്കാനാണ്, അല്ലെങ്കിൽ ഇത് പൊങ്ങിയിരിക്കും. അതുകൊണ്ട് ഇഷ്ടിക വെക്കണം. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ നിങ്ങൾക്ക് കാണാം, ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് അത് പറിച്ചെടുക്കുന്നത്. നല്ല പാടായിരുന്നു, കട്ടിയിരിക്കുവാണ്. അത് അത്ര ഏരിയയിൽ അത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ഭയങ്കര കട്ടിയിലടിച്ച് ഞാൻ പറിച്ചെടുത്തുണ്ട്. അപ്പോൾ ഈ അവസാനത്ത് ഇങ്ങനെ ഒരു മോൾഡായിട്ട് വരും, കിടിലനായിട്ട് വന്നിട്ടുണ്ട്. കാരണം നല്ല ഷേപ്പ് വന്നിട്ടുണ്ട് സാധനം. അപ്പോൾ ഈ അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇനി നമ്മൾ ആ പേപ്പറെല്ലാം പറിച്ച് കളഞ്ഞാൽ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കാണാത്ത ആ ടെർമോക്കോൾ സ്റ്റാറിൻ്റെ അകത്ത് ഈ സിമെൻ്റ് എല്ലാം പറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമ്മൾ ആ സ്റ്റാറും കൂടെ പറിച്ചെടുത്താണ് സംഭവം സെറ്റ്. അപ്പോൾ നമ്മൾ ആ സാധനം എല്ലാം പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തുളയിടുവാണ്. ചുമ്മാ ഒരു സാധനം ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ചുമ്മാ തുളയിട്ടാൽ മതി. അത് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ സിമെൻറ്റ് ചട്ടിക്ക് തുളയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ കത്രിക ഉപയോഗിച്ച് എന്തെങ്കിലും കമ്പ് ഉപയോഗിച്ച് ആ തെർമോക്കോൾ ഇങ്ങനെ പറിച്ച് കളയണം. അവസാനം നമുക്ക് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വരും. അത് 4 സൈഡ് നിങ്ങളങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ സിംഗാണ് സ്റ്റാർ അവസാനം വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയും കളയാനുണ്ട്, അതാ ഇങ്ങനെ ഒരു ഷേപ്പ് വരാത്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾ 4 സൈഡിലും അങ്ങനെ കളയണം. ഓക്കെ ഗൈസ്. അപ്പോൾ ഈ അവസാനം നമ്മുടെ ചട്ടി ഇത് ഇങ്ങനെയായിട്ട് വന്നു, കിടിലനായിട്ടുണ്ട്. ഇത് സ്റ്റാറൊക്കെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി പെയിൻറ്റും കൂടെ അടിച്ചാൽ സംഭവം ചെത്തായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പറ്റും, ഞാൻ ബ്രഷൊക്കെ ഉപയോഗിച്ച് പൊടിയൊക്കെ കളഞ്ഞാൽ പെയിൻറ്റ് അടിക്കുന്ന മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള കളറുള്ള പെയിൻറ്റ് അങ്ങ് അടിച്ചാൽ മതി. എൻ്റെ ഇഷ്ടമുള്ള ഞാൻ അങ്ങ് അടിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റാണ് അടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് സംഭവം. സ്റ്റാറിന് ഞാൻ വെള്ള പെയിൻറ്റാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് അടിച്ചാൽ മതി. ഓക്കെ ഗൈസ്. അപ്പോൾ ഈ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്, സെറ്റപ്പായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടെയാണ് ഞാൻ വെച്ചേക്കുന്ന ചട്ടി. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചുള്ളൂ, എടുത്ത് കാണിക്കാൻ വേണ്ടി. സ്റ്റാറൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണും കുറച്ച് വേരിയേഷനൊക്കെ ഉണ്ട്. അത് മറ്റേ കാർഡ്ബോർഡിൻ്റെ പ്രശ്നമല്ല, നിങ്ങൾക്കാണ് അത് വേണമെങ്കിൽ അത് ഡിസൈനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഞാൻ ഗാർഡൻ സോയിലൊക്കെ ഉപയോഗിച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കാണ് സ്റ്റാറൊക്കെ നല്ല കറക്റ്റ് ഷേപ്പ് വന്നു. നിങ്ങൾക്കാണ് കുറച്ച് ഈ വേരിയേഷൻ മാതിരി അത് ആ കാർഡ്ബോർഡിൻ്റെ ഇതാണ്. കുഴപ്പമൊന്നുമില്ല, വൃത്തികേടൊന്നുമില്ല. എന്തായാലും അത്യാവശ്യം നല്ല ഡിസൈനുണ്ട്. സ്റ്റാർ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു വൃത്തികേടൊന്നുമില്ല. നിങ്ങൾക്കാണ് അത് ആ കാർഡ്ബോർഡിൻ്റെ കുറച്ച് വേരിയേഷൻ ഉണ്ട്. പക്ഷേ അത് വേണമെങ്കിൽ ഡിസൈനായിട്ട് കരുതാം, കുഴപ്പമൊന്നുമില്ല, വൃത്തികേടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, സംഭവം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെടിയാണ് എടുത്ത് നട്ടാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, കണ്ടോ. സ്റ്റാർക്ക് നല്ല എടുത്തായിട്ട് കാണുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സ്റ്റാറിനൊരു പ്രശ്നമില്ല, ഷേപ്പ്ലെസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചട്ടി നിങ്ങൾക്ക് വാങ്ങാനൊക്കെ കിട്ടും. കാരണം ഇതുപോലെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പറ്റും. കാരണം ഇത് കണ്ടോ, എന്നെ ഈസി ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ പല രീതിയും പല ഡിസൈൻ നമുക്ക് ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചുമ്മാണ്, ഫ്രീ ആണ്, ചുമ്മാ കമൻറ്റ് ഇട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങൾ അടുത്ത വീഡിയോ കാണും. അപ്പോൾ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ലവ് യു ഓൾ, ബൈ.